അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് കംപ്ലീറ്റ്നെസ് എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. സോ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കംപ്ലീറ്റ്നെസ് ആണ്, അല്ലെങ്കിൽ കംപ്ലീറ്റ് ഫാമിലി ഓഫ് ഡിസ്ട്രിബ്യൂഷൻസ്. ഈ ഒരു കോൺസെപ്റ്റാണ് നമ്മൾ നോക്കുന്നത്. എന്താണ് കംപ്ലീറ്റ്നെസ് അല്ലെങ്കിൽ കംപ്ലീറ്റ് ഫാമിലി ഓഫ് ഡിസ്ട്രിബ്യൂഷൻസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നോക്കാം. Consider a statistic capital T which is equal to T of x1, x2, etc. xn based on a random sample of size n from a population f x theta where theta belongs to parameter space capital theta. So നമുക്ക് എന്തുണ്ട്, ഒരു പോപ്പുലേഷൻ ഉണ്ട്. വി ഹാവ് എ പോപ്പുലേഷൻ. ആ പോപ്പുലേഷൻ്റെ ഡെൻസിറ്റി എന്ന ഫംഗ്ഷൻ എന്താണ്? പോപ്പുലേഷൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് തീറ്റയാണ്, വെർ തീറ്റ ബിലോങ്സ് ടു പാരാമീറ്റർ സ്പേസ് ക്യാപിറ്റൽ തീറ്റ. മനസ്സിലായോ? നമുക്കൊരു പോപ്പുലേഷൻ ഉണ്ട്. ആ പോപ്പുലേഷൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷനാണ് എന്ത്? എഫ് ഓഫ് എക്സ് തീറ്റ. ഇതിൽ തീറ്റ ബിലോങ്സ് ടു ക്യാപിറ്റൽ തീറ്റ. അതായത് ഈ ക്യാപിറ്റൽ തീറ്റ എന്ന് പറയുന്നത് നമ്മൾ പാരാമീറ്റർ സ്പേസ് ആണ്. നൗ എന്താണ്, ഈ പോപ്പുലേഷന് നമ്മളൊരു സാമ്പിൾ എടുത്തു, റാൻഡം സാമ്പിൾ എടുത്തു, x1, x2, എക്സെട്ര xn. ഇനി ഈ റാൻഡം സാമ്പിളിനെ ബേസ് ചെയ്തിട്ട്, അതായത് ഈ റാൻഡം സാമ്പിളിനെ ബേസ് ചെയ്ത് നമുക്കൊരു സ്റ്റാറ്റിസ്റ്റിക് ഉണ്ട്. അതാണ് എന്ത്? ക്യാപിറ്റൽ ടി, വിച്ച് ഇസ് ഡിഫൈൻഡ് ആസ് ടി ഓഫ് x1, x2, എക്സെട്ര xn. ഓക്കെ, സോ കാര്യം മനസ്സിലായല്ലോ. നമുക്കൊരു പോപ്പുലേഷൻ ഉണ്ട്. ആ പോപ്പുലേഷൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് തീറ്റയാണ്, വെർ പാരാമീറ്റർ തീറ്റ ബിലോങ്സ് ടു ക്യാപിറ്റൽ തീറ്റ വിച്ച് ഇസ് ദി പാരാമീറ്റർ സ്പേസ്. ഇനി നമ്മൾ ഈ പോപ്പുലേഷന് ഒരു സാമ്പിൾ എടുത്തു, x1, x2, എക്സെട്ര xn. ഈ സാമ്പിളിൻ്റെ ഒരു ഫംഗ്ഷൻ നമുക്കുണ്ട്. എന്താണ് ഈ സാമ്പിളിൻ്റെ ഫംഗ്ഷൻ? അതിന് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക് എന്ന് വിളിക്കും. ഫംഗ്ഷൻ ഓഫ് സാമ്പിളാണ് സ്റ്റാറ്റിസ്റ്റിക്. സോ ഈ കേസിൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ക്യാപിറ്റൽ ടി എന്നാണ്, വിച്ച് ഇസ് എ ഫംഗ്ഷൻ ഓഫ് x1, x2, എക്സെട്ര xn. സോ ക്യാപിറ്റൽ ടി ഈസ് ഈക്വൽ ടു ടി ഓഫ് x1, x2, എക്സെട്ര xn. ഓക്കെ. Now, the distribution of the statistic capital T will in general depend on theta. Hence, corresponding to T, we again have a family of distributions, say GT theta, theta belongs to capital theta. ഇതിൽ എന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ റാൻഡം സാമ്പിളിൻ്റെ ഒരു ഫംഗ്ഷനെയാണ് എന്ത് വിളിച്ചത്? ക്യാപിറ്റൽ ടി എന്ന് വിളിച്ചത്. ക്യാപിറ്റൽ ടി എങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? ടി ഓഫ് x1, x2, എക്സെട്ര xn. നൗ ഈ ക്യാപിറ്റൽ ടീൻ്റെ ഡിസ്ട്രിബ്യൂഷനിലെ ഈ സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ഡിപ്പെൻഡ് ഓൺ തീറ്റ. ഈ ക്യാപിറ്റൽ ടീൻ്റെ ഡിസ്ട്രിബ്യൂഷൻ തീറ്റേനെ ഡിപ്പെൻഡ് ചെയ്യും. ക്യാപിറ്റൽ ടീൻ്റെ ഡിസ്ട്രിബ്യൂഷൻ തീറ്റേനെ ഡിപ്പെൻഡ് ചെയ്യും. ആൻഡ് സോ നമ്മൾ എന്ത് പറഞ്ഞു? തീറ്റ ബിലോങ്സ് ടു പാരാമീറ്റർ സ്പേസ് ക്യാപിറ്റൽ തീറ്റ അല്ലേ? ആൻഡ് ഫർദർ ടീൻ്റെ ഡിസ്ട്രിബ്യൂഷൻ തീറ്റേനെ ഡിപ്പെൻഡ് ചെയ്യും. സോ ഇൻസ്റ്റെഡ് ഓഫ് ടി വി ഹാവ് എ ഫാമിലി ഓഫ് ഡിസ്ട്രിബ്യൂഷൻസ്. ആ ഫാമിലി ഓഫ് ഡിസ്ട്രിബ്യൂഷൻസിനെയാണ് നമ്മളിങ്ങനെ നോട്ട് ചെയ്തിട്ടുള്ളത്, ജി ടി തീറ്റ, വെർ തീറ്റ ബിലോങ്സ് ടു ക്യാപിറ്റൽ തീറ്റ. പറഞ്ഞ കാര്യം മനസ്സിലായോ? നമുക്കൊരു സ്റ്റാറ്റിസ്റ്റിക് ഉണ്ട്. ആ സ്റ്റാറ്റിസ്റ്റിക് ആണ് ക്യാപിറ്റൽ ടി, വിച്ച് ഇസ് എ ഫംഗ്ഷൻ ഓഫ് x1, x2, എക്സെട്ര xn. നൗ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ സ്റ്റാറ്റിസ്റ്റിക് വിൽ ഇൻ ജനറൽ ഡിപ്പെൻഡ് ഓൺ തീറ്റ. ഈ സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ തീറ്റേനെ ഡിപ്പെൻഡ് ചെയ്യും. സോ കറസ്പോണ്ടിങ് ടു ടി, തീറ്റേനെ ഡിപ്പെൻഡ് ചെയ്യുന്നതായതുകൊണ്ട് നമുക്ക് ടീന് എന്താ പറയുക, ഒരു ഫാമിലി ഓഫ് ടീന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ഫാമിലി ഓഫ് ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ട്. അതിനെ നമ്മൾ എങ്ങനെയാണ് നോട്ട് ചെയ്തിട്ടുള്ളത്? ജി ടി തീറ്റ, തീറ്റ ബിലോങ്സ് ടു ക്യാപിറ്റൽ തീറ്റ. ഓക്കെ. ഇനി എന്താണ് കംപ്ലീറ്റ്നെസ്സിൻ്റെ അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ആണെന്ന് പറയുന്നതിൻ്റെ മീനിങ്, അതിൻ്റെ ഡെഫിനേഷൻ എന്താണെന്ന് നോക്കാം. നൗ ദ സ്റ്റാറ്റിസ്റ്റിക് ക്യാപിറ്റൽ ടി വിച്ച് ഇസ് ഈക്വൽ ടു ടി ഓഫ് എക്സ്, ഓർ മോർ പ്രിസൈസ്ലി ദ ഫാമിലി ഓഫ് ഡിസ്ട്രിബ്യൂഷൻസ് ജി ടി തീറ്റ വെർ തീറ്റ ബിലോങ്സ് ടു ക്യാപിറ്റൽ തീറ്റ ഇസ് സെറ്റ് ടു ബി കംപ്ലീറ്റ് ഫോർ തീറ്റ. ഒന്നുകിൽ സ്റ്റാറ്റിസ്റ്റിക് ടി വിച്ച് ഇസ് ഈക്വൽ ടു ടി ഓഫ് എക്സ്, അതായത് ഫംഗ്ഷൻ ഓഫ് സാമ്പിൾ, അല്ലെങ്കിൽ ഈ ടീന് കറസ്പോണ്ടിങ് ആയിട്ട് ടീൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? തീറ്റേനെ ഡിപ്പെൻഡ് ചെയ്യും. സോ ടീന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ഫാമിലി ഓഫ് ഡിസ്ട്രിബ്യൂഷൻസ് ആണുള്ളത്. അതിന് നമ്മൾ ജി ടി തീറ്റ വെർ തീറ്റ ബിലോങ്സ് ടു ക്യാപിറ്റൽ തീറ്റ എന്ന് കൊടുത്തു. സോ എന്താണ് ഈ ടി വിച്ച് ഇസ് ഈക്വൽ ടു ടി ഓഫ് എക്സ്, ഈ സ്റ്റാറ്റിസ്റ്റിക്, അല്ലെങ്കിൽ ദ ഫാമിലി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ജി ടി തീറ്റ വെർ തീറ്റ ബിലോങ്സ് ടു ക്യാപിറ്റൽ തീറ്റ, ഇത് കംപ്ലീറ്റ് ഫോർ തീറ്റ ആണ്. കംപ്ലീറ്റ് ആണ് if എക്സ്പെക്ടേഷൻ ഓഫ് എച്ച് ഓഫ് ടി ഈസ് ഈക്വൽ ടു 0. എന്താണ് എക്സ്പെക്ടേഷൻ ഓഫ് എച്ച് ഓഫ് ടി ഈസ് ഈക്വൽ ടു 0 ഫോർ ഓൾ തീറ്റ? എന്താണ് കണ്ടീഷൻ? എക്സ്പെക്ടേഷൻ ഓഫ് എച്ച് ഓഫ് ടി എന്താണ്? 0 ആണ് ഫോർ ഓൾ തീറ്റ. അതെന്താണ് ഇംപ്ലൈ ചെയ്യുന്നത്? എച്ച് ഓഫ് ടി 0 എന്നുള്ള വാല്യൂ അസ്യൂം ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്താണ്? 1 ആണ്. കാര്യം മനസ്സിലായോ?
സോ നമ്മൾ പറഞ്ഞു വന്നിട്ടുള്ളത് നമുക്കൊരു പോപ്പുലേഷൻ ഉണ്ട്. ആ പോപ്പുലേഷൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് തീറ്റ ആണ്. ഓക്കെ, നമ്മൾ ആ പോപ്പുലേഷനിൽ നിന്ന് ഒരു സാമ്പിൾ എടുത്ത് വേർ തീറ്റ ബിലോങ്സ് ടു ക്യാപിറ്റൽ തീറ്റ വിച്ച് ഇസ് ദി പാരാമീറ്റർ സ്പേസ്. ആ പോപ്പുലേഷനിൽ നിന്ന് ഒരു സാമ്പിൾ എടുത്തു. ആ സാമ്പിളിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്തുണ്ട്, ഒരു സ്റ്റാറ്റിസ്റ്റിക് ഉണ്ട്. ഓക്കെ, നൗ ഈ സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ തീറ്റേനെ ഡിപ്പെൻഡ് ചെയ്യും. സോ ആ സ്റ്റാറ്റിസ്റ്റിക്കിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ഫാമിലി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. നമ്മളതിനെ ജി ടി തീറ്റ, തീറ്റ ബിലോങ്സ് ടു ക്യാപിറ്റൽ തീറ്റ എന്നെടുത്തു. ഓക്കെ, ഇനി കംപ്ലീറ്റ്നെസ്സിൻ്റെ ഡെഫിനേഷനാണ്. സോ ദ സ്റ്റാറ്റിസ്റ്റിക് ടി വിച്ച് ഇസ് ഈക്വൽ ടു ടി ഓഫ് എക്സ് അല്ലെങ്കിൽ ദ ഫാമിലി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ വിച്ച് ഇസ് ജി ടി തീറ്റ, തീറ്റ ബിലോങ്സ് ടു ക്യാപിറ്റൽ തീറ്റ ഇസ് സെറ്റ് ടു ബി കംപ്ലീറ്റ് ഫോർ തീറ്റ. ഒന്നുകിൽ സ്റ്റാറ്റിസ്റ്റിക് ക്യാപിറ്റൽ ടി അല്ലെങ്കിൽ ഫാമിലി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ജി ടി തീറ്റ എന്താണ്, is set to be complete for parameter theta if എന്താണ് expectation of h of t based on theta. സോ ഈ തീറ്റ ഓഫ് എച്ച് ഓഫ് ടി എന്താണ്, 0 ആണ്. എക്സ്പെക്ടേഷൻ ഓഫ് എച്ച് ഓഫ് ടി ബേസ്ഡ് ഓൺ തീറ്റ 0 ഫോർ ഓൾ തീറ്റ. അല്ലെങ്കിൽ ഇതെന്താണ് ഇംപ്ലൈ ചെയ്യുന്നത്, എക്സ്പെക്ടേഷൻ ഓഫ് എച്ച് ഓഫ് ടി ബേസ്ഡ് ഓൺ തീറ്റ 0 for all theta. This implies probability of h of t is equal to 0 is 1. അതായത് h of t 0 എന്നുള്ള വാല്യൂ അസ്യൂം ചെയ്യാനുള്ള പ്രോബബിലിറ്റി 1 ആണ്. ഓക്കെ, ഇതിനെ തന്നെ നമുക്ക് എങ്ങനെ എഴുതാം, എക്സ്പെക്ടേഷൻ ഓഫ് എച്ച് ഓഫ് ടി 0 ആണെന്ന് പറഞ്ഞില്ലേ. സോ എക്സ്പെക്ടേഷൻ്റെ ഡെഫിനിഷൻ എന്താണ്, ഡിസ്ക്രീറ്റ് ആണെങ്കിൽ summation h of t into gt theta 0 for all theta belongs to capital theta. ഇനി continuous ആണെങ്കിൽ integral h of t into gt theta dt is equal to 0 for all theta belongs to parameter space capital theta. Okay, so ഇതെന്താണ് ഇംപ്ലൈ ചെയ്യുന്നത്, എച്ച് ഓഫ് ക്യാപിറ്റൽ ടി 0 ഫോർ ഓൾ തീറ്റ ബിലോങ്സ് ടു ക്യാപിറ്റൽ തീറ്റ ഓൾമോസ്റ്റ് ഷുവർലി. ഓക്കെ, സോ ഇതാണ് കംപ്ലീറ്റ്നെസ്സിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഡെഫിനിഷൻ ഓർത്ത് വെക്കുക. സോ കംപ്ലീറ്റ്നെസ് എന്ന് പറയുമ്പം ഈ തീറ്റ ഓഫ് എച്ച് ഓഫ് ടി 0 ആണ് ഫോർ ഓൾ തീറ്റ, അല്ലെങ്കിൽ എന്താണ് എച്ച് ഓഫ് ടി ഇസ് ഈക്വൽ ടു 1, 0 ആവാനുള്ള പ്രോബബിലിറ്റി 1 ആണ്. ഒന്നുകിൽ എക്സ്പെക്ടേഷൻ ഓഫ് എച്ച് ഓഫ് ടി 0 ഫോർ ഓൾ തീറ്റ അല്ലെങ്കിൽ എച്ച് ഓഫ് ടി 0 ആവാനുള്ള പ്രോബബിലിറ്റി 1 ആണ്. സോ ഇതിനെ ഈ രണ്ട് ഫോമിൽ എഴുതാം. ഓക്കെ, സോ വിച്ച് ഇംപ്ലൈസ് എച്ച് ഓഫ് ടി ഈസ് ഈക്വൽ ടു 0 ഫോർ ഓൾ തീറ്റ ബിലോങ്സ് ടു ക്യാപിറ്റൽ തീറ്റ ഓൾമോസ്റ്റ് ഷുവർലി. എച്ച് ഓഫ് ടീൻ്റെ വാല്യൂ 0ന് ഈക്വൽ ആയിരിക്കും ഫോർ ഓൾ തീറ്റ വാല്യൂസ്. ഓക്കെ, ഓൾമോസ്റ്റ് ഷുവർലി എച്ച് ഓഫ് ടി എന്തെടുക്കും, 0 എന്നുള്ള വാല്യൂ എടുക്കും ഫോർ ഓൾ തീറ്റ വാല്യൂസ്. ഓക്കെ, ഇനി ഇതിന് കുറച്ച് എക്സാമ്പിൾസ് ആണ്, കംപ്ലീറ്റ്നെസ്സിന് കുറച്ച് എക്സാമ്പിൾസ് ആണ് തന്നിട്ടുള്ളത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. First one, let x1, x2, etc. xn be a random sample from Bernoulli distribution given by p power x 1 minus p 1 minus x where x is taking the value 0 and 1. നമുക്ക് എന്തുണ്ട്, ഒരു ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അതിൻ്റെ ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ്റെ എന്താ പറയുക, ഈ ഫങ്ഷണൽ ഫോം എന്താണ്, p power x 1 minus p 1 minus x and x is taking the value 0 and 1. ഈ കേസിൽ the statistic t which is equal to summation xi is a complete sufficient statistic for p. ഇതെന്താണ്, ഇതിൽ summation xi sufficient ആണ് and കൂടാതെ ഇതെന്തുമാണ്, കംപ്ലീറ്റുമാണ്. സോ ഇറ്റ്സ് എ കംപ്ലീറ്റ് സഫിഷ്യൻറ്റ് സ്റ്റാറ്റിസ്റ്റിക് ഫോർ p. ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ p പവർ x 1 മൈനസ് p 1 മൈനസ് x അതാണ് നമ്മൾ ഫങ്ഷണൽ ഫോം. ഇതിൽ സമ്മേഷൻ xi കംപ്ലീറ്റും ആണ്, സമ്മേഷൻ xi സഫിഷ്യൻറ്റും ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ, ലെറ്റ് x1, x2, etc. xn be a random sample of size n from a population normal mu1, then t is equal to x1 complete for mu. Okay, so we have a normal population with mean mu and variance 1. ഇതിൽ x1 എന്തായിരിക്കും, കംപ്ലീറ്റ് ആയിരിക്കും ഫോർ mu. നോർമൽ പോപ്പുലേഷൻ വിത്ത് മീൻ മ്യൂവും വേരിയൻസ് 1 ആണെങ്കിൽ x1 മ്യൂവിന് കംപ്ലീറ്റ് ആണ്. t is equal to x1 is complete for mu. ഓക്കെ, ഇനി അടുത്ത എക്സാമ്പിൾ, സപ്പോസ് x1, x2, etc. xn is a random sample taken from the population normal 0 theta. Then t is equal to x1 is not complete statistic for theta, but t is equal to x1 square is complete for theta. Normal 0 theta t is equal to x1 എന്താണ്, it is not complete. Instead t is equal to x1 square എന്താണ്, കംപ്ലീറ്റ് ആണ്. ഓക്കെ, സോ ഇതിൻ്റെ സോൾവ് ചെയ്യുന്നത് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടില്ല.
അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമില്ല എന്ന് ഞാൻ അസ്യൂം ചെയ്യാണ്, കുറച്ച് ലെങ്തി ആണത്. സോ നിങ്ങൾ ഈ എക്സാമ്പിൾസ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ബെർണോളിൻ്റെ കേസിൽ സമ്മേഷൻ xi എന്താണ്, കംപ്ലീറ്റ് സഫിഷ്യൻ്റ് ആണ്. ആൻഡ് നോർമൽ മ്യൂ 1 എന്ന് വരുന്ന കേസിൽ മ്യൂവിന് കംപ്ലീറ്റ് ആയിട്ടുള്ളത് x1 ആണ്. നോർമൽ 0 തീറ്റ ആണെങ്കിൽ x1 കംപ്ലീറ്റ് അല്ല, പകരം x1² ആണ് എന്താണ് കംപ്ലീറ്റ് ആയിട്ടുള്ളത് ഫോർ തീറ്റ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക.